ആവേശകരമായ അന്ത്യത്തിലേക്ക് പ്രചാരണം എത്തുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ ആവേശമാണ് യഥാർത്ഥത്തിൽ നിലമ്പൂരുണ്ടായിരുന്നത്. അതായത് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ വലിയ രീതിയിൽ രാഷ്ട്രീയം സംസാരിക്കുന്ന തരത്തിൽ ജനങ്ങൾക്കിടയിൽ അത് കൃത്യമായി എത്തി എന്നതിൻ്റെ സൂചനയാണ് യഥാർത്ഥത്തിൽ നിലമ്പൂർ മണ്ഡലത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപുള്ള സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള ശക്തമായൊരു മത്സരം നിലമ്പൂരിൽ കാഴ്ചവെക്കുന്നു. അവിടെ ഇടതുപക്ഷവും അതോടൊപ്പം തന്നെ UDF-ഉം വലിയ തോതിൽ പ്രതീക്ഷ വെക്കുന്ന ഒരു മണ്ഡലമായി ഇത് മാറുന്നു. എം സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വത്തോടെ വളരെ ശക്തമായൊരു മത്സരം കാഴ്ചവെക്കാൻ LDF-ന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആര്യാടൻ ഷൗക്കത്ത് വളരെ ഈസിയായി വളരെ വേഗത്തിൽ വിജയിച്ചു കയറാവുന്ന ഒരു മണ്ഡലമായിരുന്നെടുത്ത് എം സ്വരാജ് വന്നത് വലിയ തോതിലൊരു മത്സരത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോയി. അതിനിടയിലാണ് ഏറ്റവും ഒടുവിലായി ഒരുപക്ഷെ കഴിഞ്ഞ 9 വർഷമായി ഈ മണ്ഡലത്തിന്റെ MLA ആയിരുന്ന PV അൻവർ മത്സരിക്കാൻ തീരുമാനിക്കുന്നത്. അതോടുകൂടി മത്സരം മറ്റൊരു തലത്തിലേക്ക് കടക്കുന്നതാണ് യഥാർത്ഥത്തിൽ നമ്മൾ കണ്ടത്. മത്സരം കൂടുതൽ മുറുകുന്നു. വേണമെങ്കിൽ ഒരു ത്രികോണ മത്സരം എന്ന സാധ്യത പോലും തുറന്നിടുന്ന തരത്തിലേക്ക് PV അൻവറിന്റെ ശക്തമായൊരു പോരാട്ടം ഉണ്ടാകുന്നതാണ് പിന്നീട് കാണുന്നത്. PV അൻവർ മിക്കയിടങ്ങളിലും വളരെ ശക്തമായി കടന്നു കയറി വോട്ട് പിടിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതോടുകൂടി മത്സരം കൂടുതൽ കൗതുകകരമാവുന്നു, കൂടുതൽ ഊർജ്ജസ്വലമാവുന്നതാണ് കണ്ടത്. ആര് ജയിക്കും എന്ന് സംബന്ധിച്ച് കൃത്യമായൊരു ഉത്തരം ലഭിക്കാത്ത തരത്തിലേക്ക് നിലമ്പൂരിന്റെ അവസാന മണിക്കൂറുകൾ, പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകൾ കടന്നു പോകുന്നതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും പരസ്യ പ്രചാരണത്തിന്റെ അവസാന ദിവസത്തിന്റെ അവസാന മണിക്കൂറുകൾ ഇതാ ഇവിടെ കടന്നു പോവുകയാണ്. നിലമ്പൂരിൽ വലിയ തോതിൽ ഇടതുപക്ഷവും UDF-ഉം BJP-യും പ്രചാരണം ശക്തമാക്കുന്നു. ഒരു സൈഡിൽ PV അൻവർ ഈ പ്രചാരണത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് വീടുകൾ കയറി കൂടുതൽ ആളുകളെ കാണുകയും അവരോട് സംസാരിക്കുകയും വോട്ട് നേടുകയും ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. നിലമ്പൂരിന്റെ മുക്കും മൂലയും അരിച്ചു പെറുക്കിയാണ് യഥാർത്ഥത്തിൽ മുന്നണികൾ ഇവിടെ പ്രചാരണം നടത്തിയത്. അൻവറും സമാനമായ തരത്തിൽ വലിയ തരത്തിലുള്ള പ്രചാരണം നടത്തിയിട്ടുണ്ട്. ഇവിടെ മലയോര പ്രശ്നങ്ങളുണ്ട്, വന്യജീവി ആക്രമണ പ്രശ്നങ്ങളുണ്ട്, വികസന പ്രശ്നങ്ങളുണ്ട്, PV അൻവർ ഉയർത്തിയ പ്രശ്നങ്ങളുണ്ട്, ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള UDF-ന്റെ ബന്ധം വലിയ തോതിൽ ചർച്ചയായിട്ടുണ്ട്. സർക്കാരിന്റെ 9 വർഷത്തെ ഭരണവിരുദ്ധ വികാരവുമായി ബന്ധപ്പെട്ട വാർത്തകൾ വലിയ തോതിൽ ചർച്ചയായിട്ടുണ്ട്. പെൻഷൻ വിഷയം ചർച്ചയായിട്ടുണ്ട്. മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നിരവധിയായ വിഷയങ്ങൾ ചർച്ച ചെയ്ത് മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ടായിരുന്നത്. പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും ഇവിടെ എത്തി. മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടെത്തി നിരന്തരമായ പ്രചാരണത്തിന് നേതൃത്വം നൽകുന്നത് ഇടതുപക്ഷത്തിൽ നമ്മൾ കണ്ടു. പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളെ ഇറക്കി UDF വളരെ ശക്തമായി പോരാടി. മുസ്ലിം ലീഗിന്റെ നേതൃത്വവും പ്രവർത്തകരും എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നത് നമുക്കിവിടെ കാണാനായി. കോൺഗ്രസിനപ്പുറം മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ഈ മത്സരത്തിൽ വിജയിക്കേണ്ടത് അവരുടെ ആവശ്യമാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിക്കണമെങ്കിൽ നിലമ്പൂരെ ഒരു അഭിമാന പോരാട്ടമായി മുസ്ലിം ലീഗ് കാണുന്നുണ്ട്. അങ്ങനെ നിരവധിയായ ഫാക്ടറുകളുള്ള നിരവധിയായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത നിരവധിയായ വിഷയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. സ്ഥാനാർത്ഥികൾ എം സ്വരാജും അതോടൊപ്പം തന്നെ മറ്റ് സ്ഥാനാർത്ഥികളും ഇപ്പോൾ ഇവിടേക്ക് നിലമ്പൂരിന്റെ ഈ പ്രധാന പാതയിലേക്ക് എത്തിയിരിക്കുന്നു. അവർ ആവേശത്തിലാവുന്നു, അണികൾ ആവേശത്തിലാകുന്നു. അങ്ങനെ വളരെ ശക്തമായൊരു പോരാട്ടമുണ്ട് എന്ന അവസാന മണിക്കൂറിൽ വരെ മെസ്സേജ് നൽകുന്നതിന് ഈ മുന്നണികൾക്ക് കഴിയുന്ന കാഴ്ച ഇവിടെ കാണാനാകും. ആവേശം അണ പൊട്ടി ഒഴുകുകയാണ്. ആർക്ക് കൂടുതൽ ശബ്ദമുണ്ടാക്കാൻ കഴിയും, ആര് കൂടുതൽ ശബ്ദമുണ്ടാക്കുന്നു, ശബ്ദത്തിൽ മത്സരിക്കുന്ന മുന്നണികളെ പോലെ നമുക്ക് ഇപ്പോഴത്തെ ഈ കാഴ്ചയെ കാണാൻ കഴിയും. ഇനി അല്പ മണിക്കൂറുകൾ മാത്രം, ഏതാണ്ട് 2.5 മണിക്കൂറുകൾ കൂടി കഴിഞ്ഞാൽ പരസ്യ പ്രചാരണം അവസാനിക്കും. 19-ാം തീയതി തെരഞ്ഞെടുപ്പ്, 23-ാം തീയതി വരുന്ന തിങ്കളാഴ്ച എന്താകും ഫലം എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. 2,20,000-ത്തിലധികം വോട്ടർമാരുള്ള നിലമ്പൂർ മണ്ഡലത്തിൽ എത്ര പേർ വോട്ട് ചെയ്യാൻ എത്തുമെന്നതും അത് ആർക്ക് ഗുണകരമാകുമെന്നും എത്ര ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനിയും കാണേണ്ടതാണ്. ഇനിയും കാത്തിരുന്ന് കാണേണ്ട വളരെ നിർണായകമായ മത്സരത്തിലേക്ക് പോകുന്നു. ഏറ്റവും ഒടുവിലായി ഇന്നലെ വൈകുന്നേരം പോലും രാഷ്ട്രീയ ചർച്ചകൾ നടക്കുന്നത് നമ്മൾ കണ്ടു. നിലമ്പൂരിൽ എം സ്വരാജ് ഇതിന് തൊട്ടു മുൻപ് ഇവിടെ മത്സരിച്ച VV പ്രകാശിന്റെ വീട്ടിൽ എത്തുന്നു.
കുടുംബത്തെ കാണുന്നു. അത്തരത്തിൽ നിർണായകമായ കൂടിക്കാഴ്ച ഇന്നലെ നടക്കുന്നു. അങ്ങനെ രാഷ്ട്രീയ കൗതുകം കൊണ്ട് ഏറെ ശ്രദ്ധേയമായ ഒരു തെരഞ്ഞെടുപ്പ് കൂടി കടന്നു പോകുന്നതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് കാണാനാകുന്നത്. ഇപ്പോൾ നിലമ്പൂർ നഗരം മുന്നണികൾ സ്തംഭിപ്പിച്ചിരിക്കുന്നു. അണികൾ ആവേശത്തോടുകൂടി മുദ്രാവാക്യം വിളിച്ച് ആർപ്പുല്ലസിച്ച് നടന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ ഇവിടുന്ന് കാണാനാകുന്നത്. ഒരാളും വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ ആവേശ പോരാട്ടത്തിലേക്ക് നിലമ്പൂർ കടന്നുകൊണ്ടിരിക്കുന്നു. CPM-നെ സംബന്ധിച്ചിടത്തോളം അരിവാൾ ചുറ്റുക നക്ഷത്രം അടയാളത്തിൽ അവരുടെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നത് നമുക്ക് കാണാം. ആര്യാടൻ ഷൗക്കത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പിതാവ് ഉണ്ടാക്കിയ ലെഗസിയിൽ നിന്നാണ് ഈ മത്സരത്തെ നേരിടുന്നത്. അത്രയും ശക്തമായ ഒരു പോരാട്ടം കാഴ്ചവെക്കാൻ ശക്തനായ ഒരു നേതാവ് കുടുംബപരമായി തന്നെ പോരാട്ടം നേരിടുന്നു. 9 വർഷമായി MLA ആയ PV അൻവർ മത്സരിക്കുന്നു. അങ്ങനെ നിരവധി ശക്തന്മാരുടെ മത്സരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച ഈ ഘട്ടത്തിൽ കാണാൻ കഴിയുകയാണ്. ആർക്ക് വിജയം എന്നുള്ളതാണ്. അൻവർ ആരുടെ വോട്ടുകൾ ചോർത്തും, ആര് ജയിക്കും, ഇടതുപക്ഷത്തിന് എന്ത് സംഭവിക്കും, ആർക്കാണ് വോട്ട് ചോരുക, ആർക്ക് വോട്ട് കിട്ടും, അൻവർ എത്ര വോട്ട് പിടിക്കും തുടങ്ങി നിരവധി ചോദ്യങ്ങൾക്ക് 23-ാം തീയതി ഉത്തരം കിട്ടും. അതിന്റെ പരിസമാപ്തിയിലേക്ക് പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നതാണ് കാണുന്നത്. പ്രസാദ്.